പങ്കിടുകയാണ്. കാരണം ബാലകൃഷ്ണൻ്റെ പേരിലുള്ള ഈ ഒരു അവാർഡ് പ്രത്യേകിച്ചും വിജ്ഞാന മേഖലയ്ക്ക് പ്രവർത്തിക്കുന്ന എന്നെപ്പോലുള്ള ആളുകൾക്ക് കിട്ടുന്നത് വലിയൊരു പ്രചോദനമായിരിക്കും എന്ന് തന്നെയാണ് കേൾക്കുന്നത്. നമുക്ക് ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം മിതത്വം വളരെ സാധ്യതയായി സ്വീകരിച്ചിരിക്കുന്ന ഒരു താത്വികനായിരുന്നു ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ്റെ ജീവിതത്തിൽ ഉടനീളം സത്യസന്ധതയും അതോടൊപ്പം കർമ്മവീര്യവും കൈവിടാതെ സൂക്ഷിച്ച ബാലകൃഷ്ണൻ്റെ പേരിലുള്ള ഈ അവാർഡ് ആകാശം കാണാത്ത നക്ഷത്രങ്ങൾ എന്ന പരിസ്ഥിതി പുസ്തകത്തിൽ ലഭിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന ഗ്രന്ഥശാലയായി ചുരുങ്ങിയ വർഷം കൊണ്ട് വളർന്ന NP ദാമോദരൻ പഠന കേന്ദ്രം നൽകുന്ന അംഗീകാരം സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നു. ഡൽഹിയിലെ അനുഭവം മോഡലായി സ്വീകരിച്ചുകൊണ്ട് കാർബൺ എമിഷൻ എത്രമാത്രം അന്തരീക്ഷ രാസമാറ്റവും അതിലൂടെ നമ്മുടെ സ്വഭാവമാറ്റത്തിനും ഇടവരുത്തുന്നു എന്ന് വിവരിക്കുവാൻ ശ്രമിക്കുകയാണ് ഈ പുസ്തകത്തിൽ. ബാലകൃഷ്ണൻ്റെ പേരിൽ നടത്തുന്ന ഒരു ആംബുലൻസ് സർവീസ് ചെറുണ്ണൂർ ഫറോക്ക് കൊളത്തറ പ്രദേശ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാണ്. മഹത്തായ ഈ കാരുണ്യ പ്രവർത്തനം നടത്തുന്നതിന് ധാരാളം ചെലവുകളുണ്ട്. ഒരു സ്ഥിരം ഡ്രൈവറില്ലാത്ത പ്രശ്നമുണ്ടെന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എന്നാൽ കഴിയുന്ന സഹായം എന്ന നിലക്കാണ് ഞാൻ ഈ അവാർഡ് തുകയായ 10,000 രൂപ ഈ ആംബുലൻസ് ഫണ്ടിലേക്ക് നൽകാൻ തീരുമാനിച്ചത്. അത് ഇവിടെ വെച്ച് നമ്മുടെ മന്ത്രിയുടെ മുന്നിൽ വെച്ച് തന്നെ നൽകാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അവാർഡ് ഞാൻ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും അകാലത്തിൽ വിട്ടുപോയ എൻ്റെ കൊച്ചനിയൻ അജയകുമാർ കവിബലത്തിൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നു. അനുജൻ്റെ കുടുംബവും ഈ ചടങ്ങിൽ എത്തിച്ചേർന്നു. അത്രമാത്രമേ എനിക്ക് എന്നോട് പറയാനുള്ളൂ.